തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ വൈദ്യുതി വേലിയിൽ നിന്ന് ഷോക്കേറ്റ് യുവാവ് മരിച്ച സംഭവത്തിൽ സ്ഥലമുടമയെ പ്രതി ചേർക്കും. നരഹത്യാ കുറ്റം ചുമത്തിയേക്കുമെന്നാണ് അറിയുന്നത്. മരണകാരണം വൈദ്യുതി ആഘാതമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പിന്നാലെയാണ് പോലീസിന്റെ പുതിയ നീക്കം. തന്റെ ഭൂമിയിൽ വൈദ്യുതി വേലി സ്ഥാപിച്ചിട്ടില്ല എന്നാണ് സ്ഥലമുടമ സുശീലിന് ഇപ്പോൾ പറയുന്നത്. ഇത് ഒരു വിവരവും ഞാൻ അറിയണില്ല. ഞാൻ 1:30 മണിയായി ഞാൻ ചെന്ന് കിടന്നിനൊക്കെ. ഞാൻ ഇന്ന് നേരം വെളുത്ത് 5:30 മണിക്ക് മെമ്പറെ വിളിച്ചാണ് ഞാൻ അറിയുന്നത്. ഞാൻ ഇവിടെ എണീറ്റ് വന്നപ്പോഴത്തേക്ക് എന്നോട് ഇതേപോലെയാണ് ചോദിക്കുന്നത്. അല്ലാതെ ഞാൻ എന്തെന്ന് പറയാൻ, ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല. ഈ ആരെങ്കിലും വെച്ച് ഇനി പഞ്ഞപ്പിടിപ്പുകാർ ആരെങ്കിലും വന്ന് വെച്ചിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളത് ഞാൻ അറിയണില്ലല്ലോ. നമ്മൾ ഉറക്കമായതിനു ശേഷം പിന്നെ ആരെങ്കിലും വന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. എ വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ജയശങ്കർ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. കഴിഞ്ഞ ദിവസമാണ് ഒരു യുവാവിന് ഇത്തരത്തിൽ കമ്പിവേലിയിൽ തട്ടി ദാരുണ അന്ത്യമുണ്ടായത്. പിന്നാലെയാണ് വലിയ ദുരൂഹതകളുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വൈദ്യുതി ആഘാതമേറ്റ് തന്നെയാണ് മരണമെന്നാണ് പറയുന്നത്. മറ്റ് പരിക്കുകളില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് പോലീസ് ഈ സ്ഥലമുടമയ്ക്കെതിരെ നരഹത്യാ കുറ്റം ചുമത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മനഃപൂർവ്വം അയാളുടെ ജീവൻ നഷ്ടമാവുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ കമ്പിവേലിയിൽ വൈദ്യുതി കടത്തിവിട്ടതെന്നാണ് പോലീസിൻ്റെ ഒരു അനുമാനം. അതുകൊണ്ട് തന്നെ നരഹത്യാ കുറ്റം തന്നെ ചുമത്താനാണ് പോലീസ് ആലോചിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടക്കുന്നുണ്ട്. എത്രയും വേഗം നരഹത്യാ കുറ്റം ചുമത്തി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വെഞ്ഞാറമൂട് പോലീസ് സ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു. ഈ FIR-ലായിരിക്കും നരഹത്യാ കുറ്റം കൂടി ചുമത്തി ഈ സ്ഥലം ഉടമ സുശീലനെ പ്രതി ചേർക്കുക. പക്ഷേ സുശീലൻ പറയുന്നത് ഈ സ്ഥലത്തേക്ക് തൻ്റെ വൈദ്യുതി വേലി സ്ഥാപിച്ചിട്ടില്ല, തൻ്റെ സ്ഥലത്ത് ഇത്തരത്തിലുള്ളൊരു കൃത്യം നടത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. താൻ ഈ മരണം അറിയുന്നത് രാവിലെ മെമ്പർ പറഞ്ഞപ്പോഴാണെന്ന് മാത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടെല്ലാം പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം KCB പ്രദേശത്ത് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ഇത്തരത്തിൽ വൈദ്യുതി കമ്പിവേലിയിലേക്ക് ബന്ധപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട തെളിവുകളൊന്നും ലഭിച്ചിരുന്നില്ല. വിശദമായ പരിശോധന നടത്താൻ KCBയും ആലോചിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രസരണം മറ്റും സംബന്ധിച്ച വിവരങ്ങൾ എടുക്കാനാണ് KCBയുടെ ആലോചന. എന്തായാലും പോലീസും കൃത്യമായ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ്. അതിനുശേഷം മാത്രമായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക. ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ എന്ന് പറയുന്നത് വളരെ നിർണായകവുമാണ് SKN. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്ന്